എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം പ്രവാചകൻ അറിയില്ലേ? പ്രവാചകൻ മുർസലീങ്ങളിൽപ്പെട്ട ആളാണെന്നുള്ളത് പ്രവാചകൻ അറിയാം. പക്ഷെ ആർക്കറിയാത്തത്? അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ആരാണ് വീണ്ടും നിഷേധിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകളാണ്. അവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഷായിറാണ് എന്നും കാഹിനാണ് എന്നും മജ്നൂനാണ് എന്നും തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പോലും അങ്ങനെ വിശ്വസിച്ചിരുന്നു അല്ലെ, ഷായിറാണ് എന്നും കാഹിനാണ് ജ്യോത്സ്യനാണ് എന്നൊക്കെ. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്ന വിഷയത്തിൽ ഉള്ള അഭിപ്രായത്തിൽ നമ്മൾ മനസ്സിലാക്കിയ പഠിച്ച ഒരു കാര്യമാണ്. എങ്ങനെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും വീട്ടിൽ നിന്ന് കള്ള് കുടിക്കാൻ വേണ്ടി, മദ്യപിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ചങ്ങാതിമാരെത്താത്തത് കൊണ്ട് എന്നാ കുറച്ച് സമയം മുഹമ്മദിന്റെ ഖുർആൻ കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കഅബയുടെ അടുത്തോട്ട് പോവാണ്. മുഹമ്മദ് അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഹാഖ പാരായണം ചെയ്യാം. സൂറത്തുൽ ഹാഖ ഇങ്ങനെ പാരായണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് മനോഹരമായിക്കൊണ്ട് ആസ്വദിക്കുകയാണ് ഉമർ. അന്ന് ഉമർ സഹാബിയായിട്ടില്ല, മുസ്ലിമായിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ കേട്ടപ്പോ എന്തൊരു മനോഹരമായ വാക്കുകൾ, മനോഹരമായത് കൊണ്ടാണ് ഉമർ അങ്ങോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനെ കേട്ട് വന്നിട്ട് ഉമർ വിചാരിക്കണം എന്തൊരു നല്ല കവിയാണ് മുഹമ്മദ് എന്ന്. ആ സമയത്താണ് സൂറത്ത് ഹാഖയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആയത്ത് പാരായണം ചെയ്തത്. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തസ്കുറൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളല്ല, അല്ലെങ്കിൽ ഒരു ഷാഇറിന്റെ വാക്കുകളല്ല, കുറച്ച് ആളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ വിചാരിച്ചത് എങ്ങനെ പ്രവാചകൻ അറിഞ്ഞു എന്നാലോചിക്കണം. അപ്പൊ അടുത്ത ആയത്ത് പറയാണ് വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തുഅ്മിനൂൻ. അല്ല, ആദ്യത്താണ് രണ്ടാമത്താണ് തസ്കുറൂൻ തുഅ്മിനൂൻ ഉള്ളത്? അടുത്തല്ല. സൂറത്തുൽ ഹാഖ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ആളുകൾ ദിക്ർ ചെയ്യുന്നത് മനസ്സിലാക്കുന്നുള്ളതാണ്. അപ്പോ ഇതെങ്ങനെ അറിയുന്നു എന്ന് ഉമർ ആനന്ദിയാണ് ചോദിക്കാണ്. എങ്ങനെ? പിന്നെ അപ്പൊ എങ്ങനെ ഇത് അറിയുന്നു, എന്താണ് ഇതെന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് അടുത്ത ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്നോ മുഹമ്മദിന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അതിൽ ചേർത്തിരുന്നെങ്കിൽ, എഴുതിയിരുന്നെങ്കിൽ അവനെ ഞാൻ പിടികൂടുമായിരുന്നു എന്ന് ഖുർആനിലൂടെ പറയാം. അപ്പോഴാണ് ഉമർദാനും പിന്നെ മറ്റു വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് ഇസ്ലാമിലോട്ട് മാറുന്നത്. ഉമർദാനും വിചാരിച്ചിരുന്നതാണ് പ്രവാചകൻ ഒരു കവിയാണ്, ജ്യോത്സ്യനാണെന്ന്. അങ്ങനെയായിരുന്നു അവരൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇതൊന്നുമല്ല. ആരാണ് പ്രവാചകൻ? ഇന്നക ലമിനൽ മുർസലീൻ. തീർച്ചയായും താങ്കൾ ദൈവദൂതന്മാരിൽപ്പെട്ട മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെയാണ്. എങ്ങനത്തെ മുർസലാണ്? വെറുതെ ഒരു മുർസലിന്റെ അർത്ഥം എന്താ? റിസാലത്ത് കൊണ്ട് ചെല്ലുന്ന ആളാണ് മുർസൽ. അത് സാധാരണ എവിടുന്നേലും ഒരു റിസാലത്ത് കൊടുക്കുന്ന ആളല്ല, മറിച്ച് അലാ സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിലാണ്, സിറാത്തുൽ മുസ്തഖീമിലാണ്. നിങ്ങൾ ഈ ഒരു മുർസലിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, പിൻപറ്റുകയാണെങ്കിൽ നിങ്ങളും ആ നേരായ പാതയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആലോചിച്ചത്? സാധാരണ നമ്മൾ കടകളിൽ നിന്നും മറ്റും എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഐറ്റംസോ മറ്റോ വാങ്ങിയാൽ എന്തുണ്ടാവും? അതിന്റെ കൂടെ ഒരു യൂസർ ഗൈഡ് ലൈൻ ഉണ്ടാവും. ഇതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കരുത്. അതിലുള്ള യൂസർ ഗൈഡ് ലൈൻ ഉപയോഗിച്ചിട്ട് അതേപോലെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ മെഷീൻ എത്രയും പെട്ടെന്ന് കേടാവും, അല്ലെ? ഉറപ്പാണ്, ആ മെഷീൻ എത്രയും പെട്ടെന്ന് കേടാവും. അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഒരിക്കലും അതിന് മുഴുവനായി തരാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മളൊരു വണ്ടി വാങ്ങുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ഓടിക്കണം, അത് നല്ല പെർഫോമൻസ് എങ്ങനെ ഓടിക്കണം, എത്ര ദിവസം കൂടുമ്പോൾ ഓയിൽ മാറ്റണം, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൊബൈൽ ഫോണാണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടാവും. അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. എന്നാൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഗൈഡ് ലൈൻ കൊടുക്കും. അതാണ് സിറാത്തുൽ മുസ്തഖീം. നിങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, ഈ വഴിയിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല. നിങ്ങൾക്കൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളല്ല, മറിച്ച്
ജീവിതത്തിന്റെ ഗൈഡ് ലൈൻ കൃത്യമായി നിശ്ചയിച്ചു തന്നു. നിങ്ങൾ എന്ത് ചെയ്യരുത്, മദ്യപിക്കരുത്. അത് ചെയ്യാതിരുന്നാൽ മദ്യപിച്ച ഒരുപക്ഷെ കുറച്ച് സമയം വലിയ ആശ്വാസം കിട്ടും. പക്ഷെ അത് ചെയ്യാതിരുന്നാൽ കൃത്യമായി കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ തടഞ്ഞു നിർത്താം. അപ്പോ നമ്മൾ ചെയ്യാതിരുന്നാൽ അവിടെ പിന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിന് വേണ്ട രൂപത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ജീവിക്കാൻ പറ്റും. മറ്റൊരു വിഷയം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോ പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടത്, വിവാഹത്തിന് മുന്നേ ആണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെടുന്നതും അതേപോലെ അവർ ഒരുമിച്ചിരിക്കുന്നത്, തൊടുന്നത്, ഇതൊക്കെ ഹറാമാണ് എന്ന് ഇസ്ലാം എഴുതി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ കൃത്യമായി പഠിപ്പിച്ചത്. എന്നാൽ ഇന്നത്തെ പല ആളുകളും ഇന്നത്തെ വിഷയങ്ങളും മറ്റൊരിടത്തേക്ക് തൊട്ടാൽ എന്താ പ്രശ്നം, അങ്ങനെ തൊടുന്നത് കൊണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ആകാശം ഇടിഞ്ഞു പോകും, ഒരുമിച്ചിരുന്ന് ആകാശം ഇടിഞ്ഞു പോകും, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. എന്നാൽ ഇന്ന് സയൻസ് പഠിപ്പിക്കുന്നു എന്ത്, ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ചിരുന്നാൽ പുരുഷന്റെ മനസ്സിലുള്ളതുപോലെയല്ല സ്ത്രീയുടെ മനസ്സിലുണ്ടാകുന്നത് എന്നും അതിനകത്ത് മാറ്റേണ്ടതെന്നും ആ രൂപത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്നും ഒക്കെ സയൻസ് പഠിക്കുന്നുണ്ട്, ബയോളജിയിൽ കൃത്യമായി മനസ്സിലാക്കുന്നത് പഠിപ്പിക്കുന്നു. എന്നാലും അവർ പറയാണ് അവിടെ അങ്ങനെ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യാം, ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് അവനല്ലേ മാറ്റേണ്ടത്. എന്നാലും അവരെന്ത് ചെയ്യുന്നില്ല, ഇതിൽ നിന്ന് മാറുന്നില്ല. അഥവാ ആണ് പെണ്ണ് ഒരുമിച്ചിരിക്കുന്നത് ഓക്കെയാണ്, പക്ഷെ അവരുടെ ചിന്തകൾ തൊട്ട് മാറ്റാൻ വേണ്ടി പറയാം. പക്ഷെ ഇത് കൃത്യമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അവർ ഒരുമിച്ചിരുന്നാൽ എന്ത് സംഭവിക്കാമെന്ന് അറിയുന്ന അല്ലാഹു ആദ്യമേ ഗൈഡ് ലൈൻ കൊടുത്തുണ്ട്, നിങ്ങൾ ഒരുമിച്ചിരിക്കരുത്, നിങ്ങൾക്ക് അന്യ സ്ത്രീകൾ ഹറാമാണ്, അല്ലെങ്കിൽ അവരോട് പിന്നെ ആവശ്യമില്ലാത്ത രൂപത്തിൽ കൊഞ്ചിക്കൊഴയുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും പിന്നെ അവരുമായി സ്പർശനം ഒക്കെ ഹറാമാണ് എന്നുള്ളാഹു കൊടുക്കും. അപ്പൊ അത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അതിലേക്ക് പോകില്ല, അത്തരം ഒരു തെറ്റിലേക്ക് പോകില്ല, അവന്റെ ജീവിതം വളരെ നേരായ മാർഗത്തിലായി. അതാണ് നമ്മൾ ഇസ്ലാമിനോട് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവനിവിടെ ജീവിക്കാൻ വേണ്ട ഏറ്റവും സുഗമമായി എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയൊരു ഗൈഡ് ലൈൻ, അത് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാൽ മറ്റുള്ള എല്ലാ ആൾക്കാർക്കും ഒരേപോലെ സുഖമായിക്കൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല. ഈ നിങ്ങൾ ആലോചിച്ച് ഈ ഒരു ഭൂമിയിൽ ഓരോ രാഷ്ട്രത്തിനും ഓരോ രാജ്യത്തിനും ഓരോ ഭരണഘടന ഉണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അത്യാവശ്യം സ്മൂത്ത് ആയിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതേ സമയത്ത് പല മിസ്റ്റേക്കുകളും പല ഭരണഘടനകളും അതിന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അതിന് മാറ്റത്തിരുത്തലുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു 5 മിനിറ്റ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളോടും പറയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നാണെങ്കിൽ ഈ ലോകം പിന്നെ എന്തുണ്ടാവില്ല, ബാക്കിയുണ്ടാവില്ല. അത്രയും വലിയ അപകടമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തന്നത് നമുക്ക് കൃത്യമായ വ്യക്തമായ വഴിയാണ്, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അലാസിറാത്തിൻ മുസ്തഖീം, അത് ഫോളോ ചെയ്താൽ അതെല്ലാ ഭാഗവും ഫോളോ ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ഫോളോ ചെയ്യാം, ഇഷ്ടമില്ലാത്തത് ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ അവിടെ പ്രയാസങ്ങൾ വരും. നിങ്ങൾ മുഴുവനായിട്ട് എന്ത് ചെയ്യണം, ഇസ്ലാമിലോട്ട് പ്രവേശിക്കണം. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, ഇനി നമുക്കിപ്പോ കുറച്ച് പ്രയാസമാണ്, അപ്പൊ അത് പതുക്കെ അങ്ങനെ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വെള്ളത്തിലോട്ട് നമ്മളൊരു കല്ലിട്ടാൽ ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയ മുസ്ലിമോ, പക്ഷെ ബാക്കിയൊന്നും അംഗീകരിക്കാൻ റെഡിയല്ലെങ്കിൽ ഒരു വെള്ളത്തിലേക്ക് കല്ലിട്ട പോലെയാണ്, അതൊരിക്കലും ലയിക്കാൻ പോകുന്നില്ല, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. എന്നാൽ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് കളർ വെച്ചാൽ എന്ത് സംഭവിക്കും, അത് ലയിക്കുന്നു. അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ഇസ്ലാമിലോട്ട് പ്രവേശിക്കണം, അങ്ങനെ പ്രവേശിക്കണം. ഇസ്ലാം എന്ന് പറയുന്ന വെള്ളത്തിലോട്ട് നമ്മൾ കളറായിട്ട് പ്രവേശിച്ചാൽ, അല്ലെ ഇസ്ലാം എന്ന കളറിലോട്ട് നമ്മൾ വെള്ളമായിട്ട് പ്രവേശിച്ചാൽ, പിന്നെ നമ്മൾ റിഫ്ലക്ട് ചെയ്യേണ്ടത് എന്താണ്, ഈ പറയുന്നതാണ്. അതാണ് അലാ സിറാത്തി മുസ്തഖീം, നേരായ മാർഗം, അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അല്ലാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ആ ഒരു നേരായ മാർഗത്തിന് വേണ്ടിയിട്ടാണ്. എന്താ അല്ലാഹു പറയാണ്, തൻസീലൽ അസീസിർ റഹീം. എന്താ തൻസീല എന്ന് പറഞ്ഞാൽ നസല, ഇറക്കപ്പെട്ടത്. അസീസിർ റഹീം, ആരാ ഇറക്കിയത്, അവതരിപ്പിച്ചത്? പ്രതാപശാലിയായ കരുണാനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്തായിരിക്കും, അസീസായിരിക്കും. മനസ്സിലായോ? ആ ഖുർആൻ എന്നും
ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത എല്ലാവരെയും ജയിച്ചു നിൽക്കുന്ന ഒന്നായിരിക്കും. ആ ഖുർആൻ ഉള്ളത് കൊണ്ടാണ് ഇന്നും ഇസ്ലാമിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തത്. അത് ഖുർആനിന്റെ ശക്തിയാണ്. അതാണ് ഇസ്സത്തുള്ള ഖുർആൻ, അസീസാണ് ഖുർആൻ. അത്രയും പവർഫുൾ ആയ വാക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. അതാണ് ഖുർആനിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അഥവാ പിന്നെ അസീസുമായി ബന്ധപ്പെട്ടത്, അഥവാ ഖുർആനെ പോലെ അല്ലെങ്കിൽ അള്ളാഹു ഒരു മാലിക്കായി നിൽക്കുക അള്ളാഹുവിനെ പോലെ രാജാവ്, ഒരുപാട് രാജാക്കന്മാരുണ്ട്. നമ്മളിപ്പോ ട്രംപിനെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും ശക്തനായ രാജാവാണെന്നൊക്കെ പറയും. പക്ഷെ എത്ര വലിയ ശക്തനായാലും അവർക്കൊക്കെ എന്തുണ്ടാവും? പ്രയാസങ്ങളും പിഴവുകളും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ രോഗം വരാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹു അസീസാണ് എന്ന് പറഞ്ഞാൽ അത് അസീസാണ്. അവിടെ യാതൊരുവിധ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവില്ല. അസീസ് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അപ്പുറത്തോട്ട് പോകുന്ന ഒരു പ്രയോഗം ഉണ്ടാവില്ല. അത് അസീസായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. അള്ളാഹു പറയുന്നു എന്താ ലിതുന്ദിറ? നമ്മൾ പറഞ്ഞു വന്ന പ്രവാചകനെ കുറിച്ചിട്ടാണ്, നേരായ പാതയിലാണ്. പിന്നെ അള്ളാഹു ഇറക്കിയതാണ് ലിതുന്ദിറ. എന്തിനു വേണ്ടി? മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ഖൗമൻ, ഒരു വിഭാഗം ആളുകൾക്ക്, മാ ഉന്ദിറ ആബാഹും, അവരുടെ പിതാക്കന്മാർക്ക് എന്ത് നൽകപ്പെട്ടിട്ടില്ല? മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. ഫഹും ഗാഫിലൂൻ, അതുകൊണ്ട് തന്നെ അവരെന്തായിരുന്നു? അശ്രദ്ധയിലായിരുന്നു. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? മുന്നറിയിപ്പുകാരനാണ്, അല്ല? ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വ നദീറ, അർത്ഥം സന്തോഷ വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിക്കുന്നവരുമായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ അല്ലാഹു മറ്റൊരു സ്ഥലം. എന്നാൽ ഇവിടെ ഇത് മക്കിയാണോ മദനിയാണോ സൂറത്ത്? മക്കിയാണ്. മക്കി സൂറത്ത് എന്ന് പറയുമ്പോൾ മക്കയുള്ള ആളുകൾ എങ്ങനെയാ നമുക്കറിയാം. അപ്പൊ അവരോട് കേവലം സന്തോഷ വാർത്ത അറിയിക്കല്ല വേണ്ട, അതിനപ്പുറത്തോട്ട് മുന്നറിയിപ്പന്നെ അറിയിക്കണം. അങ്ങനത്തെ സ്വഭാവമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ. അതാണ് ഇവിടെ ലിതുന്ദിറ ഖൗമൻ എന്ന് ഉപയോഗിച്ചത്. അവിടെ ബഷീർ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ സന്തോഷ വാർത്ത അറിയിക്കാൻ ഉപയോഗിക്കരുത്. എന്നാൽ അങ്ങനെയുള്ള ഒരു ജനതയാണ്. അപ്പൊ നോക്കുമ്പോഴും ഈ ഒരു ഖുർആൻ ലോകത്താകമാനുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ആയത്തിലൂടെ പാഠമുണ്ട് എന്നുള്ളതാണ്. എന്ന് പറയുന്നത്. അപ്പൊ ഖൗം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളാണ്. അഥവാ മക്കയിൽ കൂടുതലായിട്ട് ആരുണ്ടായിരുന്നത്? അദ്നാനികളാണ്. മദീനയിൽ ഉണ്ടായിരുന്നത് ഖഹ്താനികളാണ്. അതേപോലെ ഔസ്, ഖസ്റജ് ഗോത്രക്കാരാണ്. അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. പിന്നെ ആ മുന്നറിയിപ്പുകാരനായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അയച്ചിട്ടുള്ളത്. അപ്പൊ അതിന് മുന്നേ ഉള്ള ആളുകൾക്ക്, അവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നല്ല, എത്തിയിട്ടുണ്ട്, അല്ല? ഏകദേശം അവർക്ക് തൊട്ട് മുന്നേ വന്ന പ്രവാചകന് തൊട്ട് മുന്നേ മക്കയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിനുശേഷം ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എത്ര മക്കളുണ്ട്? 2 മക്കൾ. അതെ, ഇസ്ഹാഖ് നബിയുണ്ട്, അതേപോലെ ഇസ്മായിൽ നബിയുണ്ട്. ഇസ്ഹാഖ് നബി അയക്കപ്പെട്ടത് ഏത് വിഭാഗത്തിലേക്കാണ്? ഇസ്രായേലിലേക്കാണ്. അവിടെയാണ് ബാക്കിയുള്ള ഷാഗിയായിട്ട് വരുന്ന യക്കൂബ് നബി അലൈഹി സ്വലാം, യൂസുഫ് നബി അലൈഹി സ്വലാം, മൂസ, ഹാറൂൻ, ദാവൂദ്, സുലൈമാൻ, ഈസ തുടങ്ങിയ പ്രവാചകരൊക്കെ വന്നിട്ടുള്ളത് ഇസ്രായേലിയർക്കാണ്. എന്നാൽ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ശേഷം ഏകദേശം 20-ൽ കൂടുതൽ തലമുറക്ക് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മൾ പറഞ്ഞത്. ആരാന്ന് ഓർമ്മയുണ്ടോ? ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അംർ ബിൻ ലുഹൈ എന്ന് പറയുന്ന വ്യക്തി. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, അംർ ബിൻ ലുഹൈ അൽ ഖുസായി തന്റെ കുടൽമാലകൾ നരകത്തിൽ വലിച്ചയച്ചു നടക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. ഇബ്രാഹിം നബിയുടെ മതത്തിൽ ദീൻ മാറ്റം വരുത്തിയ ആദ്യത്തെ വ്യക്തിയാണ് അംർ ബിൻ ലുഹൈ എന്ന് പറയുന്നത്. എന്ത് മാറ്റാ വരുത്തിയത്? നേർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ സംഭവമാണ്, ഓർമ്മ?
അതെ, ഒരായത്തിനുണ്ട് ഖുർആനിൽ 5-ാം അധ്യായം 103-ാമത്തെ വചനം. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൻ വലാകിന്നൽ ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ് വഅക്സറുഹും ലാ യഅഖിലൂന. അതായത് സായിബ, വസീല, ഹാം എന്നീ നേർച്ച മൃഗങ്ങളെയൊന്നും അള്ളാഹു നിശ്ചയിച്ചതല്ല, പക്ഷെ സത്യനിഷേധികൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണ് എന്നാണ്. വസീലത്ത്, അതേപോലെ ബഹീറത്ത്, സാഹിബത്ത് എന്നൊക്കെ പറയുന്നത് പല രൂപത്തിൽ ഒട്ടകങ്ങളെയും ആടിനെയും പല രൂപത്തിൽ എന്ത് ചെയ്യാം അള്ളാഹുവിൽ അല്ലാത്തവരൊക്കെ നേർച്ചയാക്കിയിരുന്നതാണ്. അതൊന്നും അള്ളാഹു പഠിപ്പിച്ചതല്ല. അങ്ങനെ മാറ്റത്തിരുത്തലുകൾക്ക് തുടക്കമിട്ട ആളാണ് അംർ ബിൻ ലുഹൈ എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് പല മാറ്റത്തിരുത്തലുകളും വന്നു. അതുകൊണ്ട് നമുക്ക് ഹജ്ജിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നതിന് മുന്നേ, പ്രവാചകനെ നിയോഗിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ഹജ്ജ് ഉണ്ടായിരുന്നു അല്ലെ. അവിടെ ഈ പറഞ്ഞ അബൂജഹലും അബൂ സുഫിയാനും മക്ക മുശ്രിക്കുകളിൽ പല ആളുകളും ഹജ്ജ് ചെയ്തിരുന്നു. പക്ഷെ അവര് ചെയ്തിരുന്ന ഹജ്ജ് കൃത്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ച രൂപത്തിലായിരുന്നില്ല. അവര് അതിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്ന് അവർക്ക് വേണ്ടതായ രൂപത്തിൽ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അൽ ഹജ്ജു അറഫ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അറഫയാണ് ഹജ്ജ്. അറഫ പോയിട്ടില്ല ഹജ്ജില്ല, ഹജ്ജിന്റെ പ്രതിഫലമില്ല. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പ്രവാചകൻ ഹജ്ജ് പഠിപ്പിക്കുന്നതിന് മുന്നേ വരെ അവരൊരു മാറ്റം കൊണ്ടുവന്നു. അതായത് ഹറമായിട്ടുള്ള പ്രദേശമാണ്, മസ്ജിദുൽ ഹറാമിന് ചുറ്റും ഹറം പ്രദേശമാണ്. ആ ഹറമിന്റെ ബൗണ്ടറിക്ക് പുറത്താണ് എന്ത് അറഫ വരുന്നത്. അപ്പോ മക്കയിലെ മുസ്ലിങ്ങളെ ആളുകൾ പറയും ഞങ്ങളെ ഹറമിലുള്ള പവിത്രമാക്കപ്പെട്ട സ്ഥലമാണോ ഹറം, അപ്പൊ ഞങ്ങൾ ഈ ഹറമിന് പുറത്തോട്ട് പോകാൻ റെഡിയില്ല. അങ്ങനെ അവരെന്ത് ചെയ്യും, ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് അറഫയിൽ പോകാതെ തിരിച്ചു പോകും. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജു അറഫ എന്ന് പറയുന്നത്. അത് ഏറ്റവും നിർബന്ധ കാര്യമാണ്, എല്ലാവരും അവിടെ പോകണം എന്നുള്ളത്. അങ്ങനെ പിന്നെ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ വന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് ലിതുന്ദിറ ആബാവും, തൊട്ടടുത്ത ആളുകൾക്കൊന്നും ചെയ്തിട്ടില്ല. മാ ഉന്ദിറ ആബാവും, അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുവാൻ കാരണം ഫഹും ഗാഫിലൂൻ, അതുകൊണ്ട് തന്നെ അവരെന്തായിരുന്നു, അതെ അശ്രദ്ധയിലായിരുന്നു. അവർക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു ഉണ്ടെന്നും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും. കപ്പലിൽ കയറിയാൽ അവരെന്ത് ചെയ്യും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ആ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ബാക്കിയുള്ള ആളുകൾ അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ബാക്കിയാണ്. അപ്പൊ കപ്പലിൽ കയറുമ്പോൾ അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാമെന്ന് ഇവർക്ക് ഇങ്ങനെ മനസ്സിലായി. അപ്പൊ അവരുടെ പൂർവികയിൽ നിന്നും പല രൂപത്തിൽ മാറ്റത്തിരുത്തലുകളോടുകൂടെ അവരിലേക്ക് എത്തിയതാണുണ്ട്. അവരിപ്പോ അശ്രദ്ധരാവാൻ കാരണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവർ അശ്രദ്ധരാണ്. കാരണം എത്ര തെളിവുകൾ കൊടുത്തിട്ടും കാര്യമില്ല, അവരതൊന്നും സ്വീകരിക്കാൻ റെഡിയല്ല എന്നുള്ളതാണ്. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുമിനൂൻ, അതാണ് 7-ാമത്തെ വചനം. ലഖദ് ഹഖൽ ഖൗൽ, വാക്ക്, ഖൗൽ എന്താ വാക്ക്, ഹഖ യാഥാർത്ഥ്യമായി അവരിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ലഖദ് ഹഖൽ ഖൗൽ, വാക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അലാ അക്സരിഹിം, അവരിൽ ഭൂരിഭാഗം ആളുകൾ, എല്ലാവരും അല്ല, എന്നാ പകുതി ആളുകളില്ല, ഭൂരിഭാഗം ആളുകൾ. കുറച്ച് ആളുകളെ കൃത്യമായി മനസ്സിലാക്കുന്നുള്ളൂ, കുറച്ച് ആളുകളെ കൃത്യമായി പിൻപറ്റിയിട്ടുള്ളൂ. കുറെ ആളുകളിൽ അള്ളാഹുവിന്റെ വാക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അവർ വിശ്വസിക്കുകയില്ല. എന്താണ് അള്ളാഹുവിന്റെ വാക്ക്? അൽ ഖൗൽ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഖാല ഫൽ ഹഖ് വൽ ഹഖ് വൽ ഹഖ് അഖൂൽ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. 38-ാം അധ്യായം 84-ാമത്തെ വചനം 85-ാമത്തെ വചനം. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അപ്പോൾ സത്യം ഇതത്രേ, സത്യമേ ഞാൻ പറയുകയുള്ളൂ. എന്താണ് ആ ഖൗൽ? ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. നിന്നെയും അവരിൽ നിന്ന് നിന്നെ പിന്തുടരുന്നവരെയും മുഴുവൻ അല്ലാഹു എന്ത് ചെയ്യും? നരകത്തിന് കൊണ്ട് നരകത്തെ നടക്കും എന്നാണ്. അല്ല, സൂറത്തുൽ ഖാഫിൽ നമ്മൾ ആ വിഷയം പഠിച്ചതാണ്. നിന്നെയും എന്ന് പറയുന്നത് പിശാചിനെയാണ്. പിശാചിനെ പിന്തുടരുന്നവരെയും ആ നരകത്തിലേക്ക് നടക്കുന്നു. ആ നരകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തായിരുന്നു? നീ നിറഞ്ഞോ എന്നാണ്. അപ്പോ ഹൽമിൻ മസീദ്, കൂടുതലായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. അത് രംഗമൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു വാക്ക് അവരിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്താ പറയാണ്? ഇന്നാ ജഅൽനാ ഫി അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ
وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون إنا جعلنا തീർച്ചയായും നാം ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം ജഅൽന നാം ആക്കിയിരിക്കുന്നു ഫീ അഅനാഖിഹിം അവരുടെ കഴുത്തുകളിൽ അഗ്ലാല് ഒരു കുടുക്ക് ഒരു കെട്ട് എന്നൊക്കെ പറയാ അല്ലെങ്കിൽ ഒരു ആമങ്ങള് കുടുക്കുകളെ നാം ആക്കിയിരിക്കുന്നു ഫഹിയ ഇലൽ അദ്ഖാൻ അത് ഏതുവരെയുണ്ട് താടിയല് വരെയുണ്ട് ഫഹും മുഖ്മഹൂൻ അതുകൊണ്ട് അവർ എങ്ങനെയുള്ളവരാ തല പൊക്കപ്പെട്ടവരാണ് മുഖ്മഹൂൻ എന്ന് പറഞ്ഞാൽ തല പൊക്കപ്പെട്ട അപ്പൊ ഇതുപോലെയുള്ള രാമങ്ങളെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തല പൊക്കപ്പെട്ടവരാണ് നാം ആക്കിയിരിക്കുന്നു മിൻ ബൈനി ഐദീഹിം സദ്ദ അവരുടെ മുമ്പിൽ കൂടി മിമ്പൈനി ഐദീഹിം അവരുടെ മുമ്പിൽ കൂടി സദ്ദൻ ഒരു സദ്ദ മറ ഒരു തടവ് വമിൻ ഖൽഫിഹിം സദ്ദ അവരുടെ പിന്നിലും ഒരു മറ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബസിറൂൻ ഫഅഗ്ശൈനാഹും അങ്ങനെ നാം അവരെ മൂടി ഫഹും ലാ യുബസിറൂൻ അതുകൊണ്ട് തന്നെ അവരെങ്ങനെയുള്ള ആളുകളല്ല കാണുന്നവരല്ല ഫഹും ലാ യുബസിറൂൻ എന്ന് പറയുന്ന വിഷയവും ബാക്കിയുള്ള വിഷയം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളതാണ്. ഈ ആയത്തിന്റെ ഒരു അവതരണ പശ്ചാത്തലവും മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. ഖുറൈശികളിൽ അബൂജഹലിന്റെ കുടുംബമായ ബനൂ മഖ്സൂമികൾ അവരെന്ത് ചെയ്യാണ്? രണ്ട് മഖ്സൂമികളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. അവരിൽപ്പെട്ട ഒരാളായിരുന്നു അൽ അർഖം ഇബ്നു അബി അർഖം എന്ന് പറയുന്ന വ്യക്തി. ഈ മഖ്സൂമികളിൽപ്പെട്ട ഒരു വീടായിരുന്നു ദാറുൽ അർഖം എന്ന് പറയുന്ന കുടുംബം. അവിടെയായിരുന്നു പ്രവാചകൻ രഹസ്യ പ്രബോധനം നടത്തിയിട്ടുള്ളത്. കാരണം മഖ്സൂമികൾ എന്ന് പറഞ്ഞ പ്രവാചകൻ അത്രയും വെറുക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരാൾ ഇസ്ലാം മതത്തിലോട്ട് വരൂല എന്നായിരുന്നു അവരുടെ നിശ്ചയം. പക്ഷെ അതിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്ന കുടുംബമാണ് ദാറുൽ അർഖം എന്ന് പറയുന്ന. അവരുടെ വീട് സഫാ മർവയോട് അടുത്തുള്ള അതിന്റെ ഇടയിലായിട്ട് വരുന്ന സ്ഥലമാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാനാണ് ഇവിടുത്തെ പ്ലാൻ? തലയിലോട്ട് പാറക്കല്ലിട്ടിട്ട് തല ചതച്ച് കളയാമെന്നതാണ് ഇവർ പ്ലാൻ ചെയ്തത്. അങ്ങനെ പ്ലാൻ പ്രകാരം പ്രവാചകൻ നമസ്കരിക്കെ അബൂജഹൽ എന്ത് ചെയ്യാണ്? കല്ലുമായിട്ട് പ്രവാചകന്റെ അടുക്കിലോട്ട് പോയി. കല്ലിങ്ങനെ പിടിച്ചോണ്ടാണ് പോകുന്നത്. അപ്പൊ തല ഓൾറെഡി പൊക്കപ്പെട്ടിട്ടാണത്. അങ്ങനെ പോയി അവിടെ എത്തിയപ്പോ അതേപോലെ എന്ത് ചെയ്തു? അബൂജഹൽ തിരിച്ചു വന്നതാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഞാൻ അവിടെ എത്തിയപ്പോ ഒന്നും കാണുന്നില്ല, എന്റെ കൈ എനിക്ക് അനക്കാൻ കഴിയുന്നില്ല, ഞാൻ പിടിച്ചതുപോലെ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ മറ്റൊരു മഖ്സൂമി എന്ത് ചെയ്തു? ഞാൻ ചെയ്യാം. മഖ്സൂമിയിൽപ്പെട്ട മറ്റൊരാൾ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ പോയി. അതേപോലെ തിരിച്ചു വന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഞാൻ അവിടെ എത്തിയപ്പോ എനിക്ക് ശബ്ദം കേൾക്കാം, പക്ഷെ ആളെ കാണാനില്ല. അതേപോലെ എന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ ഒരു കൂറ്റ് നിൽക്കുന്നത് പോലെ തോന്നി. അത് എന്നെ ആക്രമിക്കാൻ വരുമോ എന്ന് ഭയന്നുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുന്നതാണ് എന്ന് പറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ കഅബയുടെ അടുത്ത് വെച്ചിട്ടാണ്. അങ്ങനെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് തുടർന്നുള്ള ഈ രണ്ട് ആയത്തുകൾ അവതരിച്ചത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താ ആയത്തിൽ പറയുന്നത്? ഇന്ന ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും തല പൊക്കപ്പെട്ടവരായി നിന്നതാണ്. അതാണ് ഈ ആയത്തുകളിലൂടെ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ. മുമ്പിലുള്ള കാണാൻ കഴിയുന്നില്ല, പ്രവാചകനെ കാണാൻ കഴിയുന്നില്ല. എന്റെ മുമ്പിൽ വലിയൊരു മറ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞത് ഒരു കൂറ്റനെ കണ്ടതുപോലെ ഒരു പേടിപ്പെടുത്തുന്ന എന്തോ രൂപം. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ. ആ രൂപത്തിൽ ആ ആയത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാം. ഇതേ ആയത്ത് പ്രവാചകൻ ഓതിയ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. അത് ഓർമ്മയുണ്ട്? ഏതാ പറഞ്ഞത്? ഈ ആയത്ത് ഓതിക്കൊണ്ട് പുറത്തു പോയ സംഭവം. ഹിജറയുടെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ത് ചെയ്തു? മക്കയിലെ മുശ്രിക്കുകളുടെ മല്ലന്മാരായ കുടുംബത്തിലുള്ള മുശ്രിക്കുകളുടെ കുടുംബത്തിൽപ്പെട്ട മല്ലന്മാരായിട്ടുള്ള ആളുകൾ വീട് വളഞ്ഞു. അപ്പൊ ചോദിച്ചു, അവരുടെ ലക്ഷ്യം എന്താണ്? പ്രവാചകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു കാരണവശാൽ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അതുകൊണ്ടാണ് എല്ലാം ശക്തരായ ആളുകൾ എല്ലാ അടവുകളും നമുക്ക് എന്ത് ചെയ്യണം? അടക്കണം. ഒരു കോലത്തിലും പ്രവാചകൻ രക്ഷപ്പെടാൻ പാടില്ല എന്നാണ്. അതിലൂടെ പ്രവാചകൻ രക്ഷപ്പെട്ട സമയത്ത് പ്രവാചകൻ ഈ ആയത്ത് പാരായണം ചെയ്തു എന്നും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണുവാൻ കഴിയും. അപ്പോ ഇതേ ആയത്ത് നമുക്ക് ഉപമയായിട്ട് മനസ്സിലാക്കാം മക്കയുടെ മുസ്ലിക്കുകളുടെ വിഷയത്തിൽ. എങ്ങനെ? അത് അവരുടെ മുന്നിൽ ഒരു മറ പിന്നിലൊരു മറ എന്ന് പറയുമ്പോൾ
ഇസ്ലാമിലുള്ള എന്തൊക്കെ തെളിവുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടും പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടും ഈ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുവാനോ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ അവരൊരിക്കലും തയ്യാറാകില്ല എന്നാണ്. അഥവാ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യം അവരവരുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല. കാരണം അവരുടെ മുമ്പിൽ ഒരു മറ വീണ് കഴിഞ്ഞു. അവർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും വിശ്വാസം അങ്ങോട്ടുള്ളത് കയറുന്നില്ല. കാരണം എന്താ? അവരുടെ പിന്നിൽ മറ, മുന്നിൽ മറ, പിന്നെ അതുകൊണ്ട് തന്നെ അവർ തല പൊക്കപ്പെട്ടവരാണ്. ഒന്നും അവര് കാണുന്നില്ല എന്നുള്ളതാണ് അവരുടെ അതിനൊരു ഉപമയായിക്കൊണ്ട് ഈ ആഴ്ചകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെത്രത്തോളം ഇസ്ലാമിൽ നിന്നും സത്യത്തിൽ നിന്നും എത്രത്തോളം അകലെയാണ് എന്ന് ഈ ആഴ്ചകളിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. അവർ നിലകൊള്ളുന്ന അസത്യത്തിൽ നിന്നും മുന്നോട്ടേക്കൊന്നും ഈ സത്യത്തിലോട്ട് വരാൻ അവർക്ക് കഴിയൂല. കാരണം മുന്നിൽ മാറും. എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്നും ബേക്കോട്ട് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ബേക്കിൽ മാറും. ഈ രൂപത്തിൽ ഏത് വശത്തോട്ടും രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ അവരുടെ മനസ്സുകൾ അത്രയും കഠിനമായിരുന്നു എന്നാണ് ഈ ആഴ്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ പിന്നെ അതാണ് ഈ ആഴ്ചയുടെ അർത്ഥം. എന്നിട്ട് അല്ലാഹു പറയാണ് എന്താ അവരുടെ മേൽ സമമാണെന്നാണ്. എന്ത്? അഅൻദർതഹും ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ ചിലരിങ്ങനെ സമയത്ത് പ്രവാചകൻ അത് ഓതിയിട്ടുണ്ട് എന്നതിലായിരിക്കാം ഒരു പക്ഷെ പറയുന്നത്. അതെ അതെ അതെ, അദ്ദേഹം അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഓക്കെ, അപ്പൊ അടുത്ത ഈ പറയുന്ന ആളുകൾ ആര് എത്രത്തോളം ഉത്ബോധനം ചെയ്തിട്ടും മാറ്റല്ല, മുന്നിലും പിന്നിലൊക്കെ മറയുള്ളത് പോലെ ഹൃദയം കഠിനമായ ആളുകൾ, അവർക്ക് താക്കീത് നൽകിയിട്ടോ താക്കീത് നൽകാതിരുന്നിട്ടോ കാര്യമില്ല എന്ന് പറഞ്ഞാൽ, താക്കീത് നൽകിയാലേ ഒരു വിഭാഗം ആളുകൾ മാറും, താക്കീത് നൽകിയിട്ടില്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ മാറൂല, അവർക്ക് മനസ്സിലാവില്ല. ഇത് രണ്ടും ഇവരുടെ വിഷയത്തിൽ കാര്യമില്ല. കാരണം അവരൊരിക്കലും മാറാൻ തയ്യാറാവുകയില്ല. ആര്? നേരത്തെ പറഞ്ഞ കാര്യത്തില്ല, അല്ല അക്സരിയും ഭൂരിഭാഗം ആളുകൾ, കുറച്ചാളുകളെ മാറാൻ തയ്യാറാവും. ബാക്കി ഭൂരിഭാഗം ആളുകൾ ഈ പറഞ്ഞ രൂപത്തിലാണ്. നമ്മുടെ പ്രബോധനത്തിലും നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാം. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മാറാത്ത ആളുകൾ ഉണ്ടാകാം. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവരുടെ കാര്യത്തിൽ വിധി എഴുതാൻ പാടില്ല. ഇപ്പൊ ചിലപ്പോൾ സ്കൂളൊക്കെ ചില ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ട് പറയും, ഓനെ ഉപദേശിച്ചിട്ടൊരു കാര്യമില്ല, ഓനൊരിക്കലും നന്നാൻ പോകുന്നില്ല. ചിലപ്പോൾ നമ്മളെ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ട് പറയും, എന്ത് ഓനെ വിട്ടതാണ്, ഓൻ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ് എന്ന് പറയും. അവനെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, ഇനി ഓനെ നോക്കണ്ട എന്നൊക്കെ പറയും. അത് വിധിക്കാൻ നമ്മളാരാണ്? നമുക്ക് ഭാവി അറിയാം. എന്താണ് അള്ളാഹു അവനിൽ വിധിച്ചിരിക്കുന്നത് തീരുമാനിച്ചത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ വിഷയത്തിലും നമ്മൾ പ്രബോധനം നിർത്തേണ്ട ആവശ്യമില്ല. ഇവിടെ അള്ളാഹു ആണ് ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ അവസാനിപ്പിച്ചോ പ്രബോധനം? ഇല്ല, പ്രവാചകൻ വീണ്ടും പ്രബോധനം ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഒരു ദൗത്യം നമുക്കുള്ളതാണ്. പക്ഷെ ഒരാളുടെ വിഷയത്തിൽ നമ്മൾ വിജയിക്കാൻ പാടില്ല. അവനെങ്ങനെ ആയിരിക്കും, അത് അള്ളാഹുവിനുള്ളതാണ്. നമ്മൾ പ്രബോധനം ചെയ്യാം, റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് പ്രബോധനം ചെയ്യുന്നതിലാണ്. അവന് മാറിയാൽ അവന് കിട്ടും, നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും. അവൻ മാറിയിട്ടില്ലെങ്കിലും നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നതാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരാളെ കുറിച്ച് നമ്മൾ വിജയിക്കാൻ പാടില്ല. ഇവിടെ തന്നെ നമ്മൾ അറിയാൻ കാരണം എന്താ? എല്ലാം അറിയുന്ന അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അവര് മാറാൻ പോകുന്നില്ല, അവര് പിന്നെ നന്നാകാൻ പോകുന്നില്ല എന്നുള്ളത്. വിധിയെ കുറിച്ച് ഖളാഅ് വിധി, അതിലേക്ക് നമുക്ക് വരാം. അവസാന കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് വിഷയങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതാണ് ഈ ആഴ്ചയുടെ സവാഅൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ എന്നുള്ളത്. അപ്പൊ പ്രബോധനം ചെയ്യുമ്പോൾ നമ്മൾ അതിലൊരു ചരിത്രം പറഞ്ഞിരുന്നു. പിന്നെ ബനൂ ഇസ്രായേലുകളുടെ മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഓർമ്മയുണ്ടാവും. ഒരു വിഭാഗം ആളുകൾ അള്ളാഹു പിടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ എന്തെന്നാ പിടിക്കുന്നില്ല, ശനിയാഴ്ച ദിവസം തടഞ്ഞു നിർത്താം. അപ്പൊ അതിനെ ഒരു വിഭാഗം ആളുകൾ ഉപദേശിച്ചു. അതിന്റെ ഇടയിൽ എന്നിട്ട് ഒരു വിഭാഗം ഉണ്ട്, വേറെ പണിയൊന്നുമില്ല, ഓരോ ഉപദേശിക്കാന്ന് പറയുന്നത്. അപ്പോൾ ആലോചിക്കുക, നമ്മൾ ആ വിഭാഗത്തിലാണോ എന്നുള്ളത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഓരോ പോലെ ജീവിക്കും പോലെ ജീവിക്കട്ടെ, ഇവരിങ്ങനെ ജീവിക്കട്ടെ അല്ലെ, അങ്ങനെ പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ദൗത്യമാണ് എന്ത്? ഹക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലും തിന്മ തടയലും.
ആ തിന്മ തടയുന്ന ആളുകളെ തടയുന്ന ആളുകളായി നമ്മൾ മാറുക. അവരും ശിക്ഷിക്കപ്പെട്ടു എന്ന് ഈ സംഭവത്തിൽ പണ്ഡിതന്മാർ പിന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആരെയാണ് താക്കീത് ചെയ്യേണ്ടത് എന്ന് കൂടെ ഇതിന് തൊട്ടടുത്ത കാര്യത്തിലൂടെ പറയാം. നിങ്ങൾ ആരെ താക്കീത് ചെയ്തിട്ട് കാര്യമില്ല. മുമ്പിൽ മറയുള്ള ആളുകൾ, പിന്നിൽ മറ, ആ രൂപത്തിൽ മനസ്സിനെ കഠിനമായി കൊണ്ടു നടക്കുന്ന ആളുകൾ, ഇസ്ലാമിന് വെറുപ്പുണ്ടാകുന്ന, അല്ലെ ഇസ്ലാമിനെ ഒരു വെറുപ്പ് ഉൽപ്പാദിക്കുന്ന ഒരു മെറ്റീരിയലായി കാണുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട് എത്ര പണ്ട് കാര്യമില്ല എന്നുള്ളത്. എന്നാൽ ആരോടാ പറയേണ്ടത്? ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്ര വഖശിയ റഹ്മാന ബിൽഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഇന്നമാ തുൻദിറു, നിശ്ചയമായി നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക. മൻ ഇത്തബഅ, ആരാണ് ഇത്തിബാഅ് ചെയ്യുന്നത്, ആരാണ് പിൻപറ്റുന്നത് എന്നാണ്. ഇത്തിബാഅ് എന്ന ഇത്തിബാഅ് കൃത്യമായിട്ട് പിൻപറ്റുക എന്നുള്ളത്. അത് ദിക്ർ, എന്ത്? പ്രവാചകന്റെ ഉത്ബോധനം. പ്രവാചകൻ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. പ്രവാചകൻ പറയുന്നത് അത് കൃത്യമായി പിൻപറ്റാൻ ആയ ആളുകൾ, അവർക്ക് വീണ്ടും വീണ്ടും ഉത്ബോധനം നൽകുക. പിന്നെ വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ അല്ലാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. ഈ ദിക്ർ പിൻപറ്റിയാൽ മാത്രം പോരാ. ചില ആളുകൾ ഖുർആനെ കുറിച്ച് അവര് ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാവും, അള്ളാഹുവിൽ നിന്നാണ് എന്നും ഇത് കൃത്യമായിട്ടും ഉയർന്നു നിൽക്കുന്നതാണ്, ഏറ്റവും നല്ലതാണ് എന്നൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും. പക്ഷെ വഖശിയ റഹ്മാന ബിൽ ഗൈബ്, ഗൈബിൽ അള്ളാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുകയാണ്. അത് ഈ ഇത്തിബായിലൂടെ അവരുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യണം. എങ്ങനെ? ആരും കാണാത്ത സമയങ്ങളിൽ ഒരുപക്ഷെ ഇവിടുത്തെ നിയമങ്ങളെ നമുക്ക് വെട്ടിക്കാം, CCTV-കളെ മറികടക്കാം, ആ രാജ്യത്തിന്റെ ഭരണഘടനകളെ നമുക്ക് എന്ത് ചെയ്യാം, കബളിപ്പിക്കാം. പക്ഷെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിന്നെ കാണിക്കാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അല്ലാഹുവിനെ ഗൈബിൽ ഭയപ്പെടുക. അങ്ങനെ ഭയപ്പെടുന്ന ആളുകളുമായിരിക്കണം നമ്മൾ. ഗൈബില് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്യാം. എന്നാൽ മുസ്ലിമാണെന്ന് വെച്ചാൽ മുസ്ലിമാണ്, ഖുർആൻ പിൻപറ്റുണ്ടോ? ആ ഉണ്ട് എന്ന് പറയുന്ന ഉത്തരാണെങ്കിൽ അവർക്കും ഉത്ബോധനം കൊണ്ട് കാര്യമുണ്ടോ എന്ന് ഈ ആഴ്ചയിലൂടെ നമ്മൾ പരിശോധിച്ച് നോക്കാം. നമ്മൾ അതിലാണോ എന്നും നമ്മൾ പരിശോധിച്ച് നോക്കാം. അതാണ് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. ഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഓക്കേ, അവസാനത്തെ ആയത്ത് 12ാമത്തെ ആയത്ത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആതാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇന്നാ നഹ്നു, തീർച്ചയായും നാം, നുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നു, വനക്തുബു മാ ഖദ്ദമു വആതാറഹും, എന്ത് ചെയ്യുന്നു? വനക്തുബു, എഴുതി വെക്കുന്നു, നാം എഴുതി വെക്കുന്നു, മാ ഖദ്ദമു വആതാറഹും, അവര് ചെയ്തതും ആധാരവും അതിന്റെ അടയാളങ്ങളും, വകുല്ല ശൈഇൻ, എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു, നാം ക്ലിപ്തി നിർണയം കൃത്യമായി ഒരു സ്പഷ്ടമായി, ഫീ ഇമാമിൻ മുബീൻ, എന്ത് ചെയ്തിട്ടുണ്ട്? സ്പഷ്ടമായി കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫീ ഇമാമിൻ മുബീൻ എന്നാണ്. എന്തായാലും ഇമാമിൻ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രേഖ. ഏതായിരുന്നു അത്? ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എല്ലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോ എന്തൊക്കെ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഒന്നാമത്തെ വിഷയം മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്നുള്ളതാണ്. മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് വിശ്വസിക്കാത്ത ഒരു ജനവിഭാഗമായിരുന്നു. അവർക്ക് കൃത്യമായ തെളിവുകളോടെ അല്ലാഹു എന്ത് ചെയ്യാണ്? ജീവിപ്പിക്കും എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അത് പിന്നെ നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, പിന്നെ ഉണങ്ങി നിൽക്കുന്ന ഒരു ഭൂമിയിൽ വെള്ളം വരുന്നതോടുകൂടെ എന്താണ് സംഭവിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അങ്ങനെ ഇരിക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം സാധ്യമല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിന് വീണ്ടും ഒരു ജീവിതം സാധ്യമല്ലേ എന്നിങ്ങനെയുള്ള ഉത്ബോധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ നഹ്നു നുഹ്യിൽ മൗത, നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. വനക്തുബു മാ ഖദ്ദമു വആതാറഹും, നാം എന്തൊക്കെ രേഖപ്പെടുത്തും? നന്മ മാത്രമാണോ? അല്ല, നന്മയും തിന്മയും. ഖദ്ദമു വആതാറഹും, അവരെ ചെയ്ത പ്രവർത്തനങ്ങളും ആധാരവും അതിന്റെ അടയാളങ്ങളും. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന്റെ അടയാളം കൃത്യമായി പ്രതിഫലിക്കും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഉദാഹരണം പറഞ്ഞതാണ് സുബൈദ കനാൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ? മക്കയിലെ ഒരു കനാൽ ഉണ്ടാക്കിയ ഒരു
സ്ത്രീയാണ് സുബൈല എന്ന് പറയുന്നത്. അവിടെ വെള്ളം കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എത്രയാണോ പൈസ ചെലവാകുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു കനാൽ ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരുപാട് ആളുകൾ അതിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു, ഒരുപാട് വർഷങ്ങൾ ആ കനാൽ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ആ സ്ത്രീ മരണപ്പെട്ടാലും കൂലി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടയാളമായിട്ട് അത് മാറി എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് തിന്മയുടെ കാര്യവും, വഴികേടിന്റെ കാര്യവും അതേപോലെ തന്നെയാണ്. നമ്മളൊരു വഴികേടിന് ഇമാമായാൽ അതിനുശേഷം വരുന്ന വഴികേടുകൾക്കൊക്കെ ആര് സമാധാനം പറയണം? നമ്മൾ സമാധാനം പറയേണ്ടത്. ഇമാമാവുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യാത്ത ഒരു വിഭാഗം ടീമായിരിക്കും. നമ്മൾ പറയുന്നത് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ചിലപ്പോ ചില ആളുകൾ നന്നായിട്ട് സംസാരിക്കാനും ലീഡ് ചെയ്യാനൊക്കെ കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ ഒരു ടീമിലേക്ക് ആ ഒരു മനുഷ്യൻ വരുമ്പോൾ ചിലപ്പോ അവനുള്ളത് എന്താണ്, അത് ഫുൾ ആ ടീമിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അവൻ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ചീത്ത കാര്യങ്ങൾ ആ ടീമിൽ റിഫ്ലക്ട് ചെയ്യും. അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ അത് റിഫ്ലക്ട്, ആ ചീത്ത കാര്യം റിഫ്ലക്ട് ചെയ്ത് ബാക്കിയുള്ള ആളുകൾ ചെയ്യാൻ തുടങ്ങിയാൽ അവർ ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു വിഹിത ആർക്കും കിട്ടും, ഈ തുടങ്ങി വെച്ച ആൾക്കും കിട്ടും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ചെയ്യും, അത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൃത്യനിർണ്ണയം നടത്തുന്നതാണ്. അതിൽ കുറച്ചങ്ങ് മാറ്റി വെച്ച് കുറച്ചെടുക്കുക അങ്ങനെയല്ല, അള്ളാഹുവിന്റെ കൃത്യനിർണ്ണയമാണ്. അതുകൊണ്ട് തന്നെ നാളെ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ രേഖ നൽകുമ്പോൾ മനുഷ്യൻ പറയുന്ന ഓർക്കേണ്ടതാണ്, ചെറുതും വലുതും ഒക്കെ ഉണ്ടല്ലോ എന്നാണ്. ഒക്കെ ഉണ്ടാവും, അതാണ് അതിന്റെ പ്രത്യേകത. അതിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും, അതിന് നമ്മൾ അത്ഭുതപ്പെടും എന്നും ഈ ഒരാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഏത് ഈ പറഞ്ഞ എന്ന് പറയുന്നത്. അപ്പോ ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അടയാളമായിട്ട് രേഖപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് കുറച്ച് കൂടുതൽ നടക്കുകയാണെങ്കിൽ ആ നടക്കുന്ന കാലടി പോലും അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ് പ്രവാചകൻ പറയുന്നത്, ഇന്നലക്കും ബികുല്ലി ഖുത്വത്തിൻ ദറജ എന്നാണ്. നിങ്ങളുടെ കാലടി പോലും അള്ളാഹുവിന്റെ അടുക്കൽ ദറജയുണ്ട്. അതൊക്കെ ഒരു അടയാളമായിട്ട് രേഖപ്പെടുത്തുന്നതാണ്. അതിന് ഒരുപാട് പിന്നെ ഉബയ്യ് ഇബ്നു കഅബ് എന്ന വ്യക്തിയെ കുറിച്ചുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. മദീനയിൽ നിന്ന് ഏറ്റവും ദൂരത്ത് താമസിക്കുന്ന ആളായിരുന്നു. പക്ഷെ എല്ലാ വക്തിനും അയാൾ പള്ളിയിലെത്തി, ഒരു വക്തിനും പള്ളിയിലെത്താത്ത കാര്യങ്ങൾ. അങ്ങനെ വന്ന അയാളോട് പിന്നെ നിങ്ങൾക്കൊരു വാഹനത്തെ മേടിച്ചൂടെ, അല്ലെങ്കിൽ ഒരു കഴുതയെ വാഹനമായി ഉപയോഗിച്ചൂടെ, നിങ്ങൾക്ക് പിന്നെ രാത്രി കാലങ്ങളിൽ പ്രയാസങ്ങളിൽ നിന്ന് നീങ്ങാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ നടക്കാനേ ഇഷ്ടപ്പെടുന്നതെന്നാ പറഞ്ഞു. പ്രവാചകൻ ചോദിച്ചു പറഞ്ഞെന്താ, എന്റെ കാലടി ഒരു അടയാളമായി സ്വീകരിക്കാൻ അള്ളാഹു രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അപ്പോ ഈ അടയാളം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിക്കുക, ഞാൻ എന്താണ് നാളെ പരലോകത്തേക്ക് അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് പ്രതിഫലം ലഭിക്കുന്ന എന്താണ് അടയാളമായിട്ടുള്ളത്, എന്താണ് ആധാറായിട്ടുള്ളത്, എന്തെങ്കിലും തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? നമ്മൾ 40 വയസ്സ് 50 വയസ്സ് 60 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. SIP ആയിട്ടും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒക്കെ ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും. കൃത്യമായ റിട്ടേൺസ് ഒക്കെ ഉറപ്പിച്ചതിന് ശേഷം ലോസ് റിട്ടേൺസ് നോക്കി ഏറ്റവും കുറവായിട്ട് ലോസ് ഉണ്ടാകുന്ന എവിടെയാണോ, ഏറ്റവും ഗ്യാരണ്ടി ആയിട്ട് റിട്ടേൺ എവിടെയാണ് കിട്ടുന്നത് അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും. നാളെ അതിന്റെ ലാഭം പണിയെടുക്കാതെ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി നല്ല ബിസിനസ്സുകളും നാട്ടിൽ പറമ്പ് വാങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. എന്തിന്? നാളെ വാടക കൊടുത്താൽ പണിയെടുക്കാതെ ഒരു പ്രായം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിന്റെ വരുമാനത്തിൽ ജീവിക്കാമല്ലോ, നല്ലതാണ്. എന്നാൽ അതേസമയം മരിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ നന്മയും തിന്മയും മീസാനിൽ വെച്ച് ഇങ്ങനെ അളക്കുമ്പോൾ ഒരല്പം തിന്മയാണ് കൂടുതലെങ്കിൽ പിന്നെ എന്താ ഒരു ഓപ്ഷൻ? നാളെ നമ്മൾ പണി നിർത്തുമ്പോൾ നമുക്ക് കടമുണ്ടെങ്കിൽ ഈ പറഞ്ഞ വരുമാനം ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ട്, ആ വരുമാനം ഉപയോഗിച്ച് മാറാം, അല്ലെങ്കിൽ നമ്മൾ പണിക്ക് പോകുന്ന വേണം. എന്നാൽ ഇതേ സമയത്ത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരല്പം തിന്മയാണ് നമ്മൾ കൂടുതലെങ്കിൽ വന്നിട്ട് നന്മ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താ ഒരു ഓപ്ഷൻ ഉള്ളൂ? പാസീവ് ഇൻകം ചെയ്തെന്ന് വരണം. അത് വരണമെങ്കിൽ ഈ പറയുന്ന അടയാളം ഉണ്ടാക്കണം. ഈ പറയുന്ന പള്ളിയിലോട്ട് നടന്നു പോകുന്നത് അടയാളമാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് അടയാളങ്ങളുണ്ട് അല്ലെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കിണറുണ്ടാക്കുക, പള്ളിക്ക് വേണ്ടി സ്വതക്കത്തിൽ ജാരിയ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തിന്മക്കുണ്ട് അതേപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഒരല്പം നന്മ കൂടുതലാണ്,
കഴിച്ചലായി എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ തിന്മക്ക് പുള്ളിക്കാരൻ ബാക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആധാർ ഉണ്ടാക്കി വെച്ചിട്ടാ വന്നത്. അപ്പൊ അതിങ്ങനെ കൂടി എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ചപ്പോ എത്ര വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും അത്, എത്ര വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അത് എന്നുള്ളത്. അതായത് അത് ഏറ്റവും കൂടുതൽ ഇന്ന് വരാൻ പോകുന്നത് ഏത് രൂപത്തിലാണ് അറിയാം? നമുക്ക് നാളെ പരലോകത്ത് മോശവും നന്മ വരാൻ പോകുന്നത് അത് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കും വളരെയധികം സൂക്ഷിക്കണം. ഇനി നമ്മളതിൽ നിന്ന് ഒരു ഉപകാരമില്ലാത്ത ചീത്ത കാര്യങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കാം, അത് നമ്മൾ ലൈക്ക് ചെയ്യാതിരിക്കുക. അത് നമ്മൾ വേറെ ആൾക്ക് നമ്മൾ കാരണം സജസ്റ്റ് ചെയ്യൂല. അത് നമ്മൾ ലൈക്ക് ചെയ്താൽ അതൊരു ആധാറായി, ഒരു അടയാളമായി. നമ്മൾ ലൈക്ക് ചെയ്തത് കൊണ്ട് എന്തായി? ആളുകൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്ത് നോക്കിയാൽ അതും ഒരു ആധാറാണ് നന്മക്കുള്ളത്. അതേ സമയത്ത് തിന്മക്കുള്ള ആധാറാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലൈക്ക് ചെയ്യലും ഷെയർ ചെയ്യലും. അപ്പോ ഉപകാരമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ ദീനുമായി ബന്ധപ്പെട്ട മാത്രമല്ല, ദീനും അതേപോലെ മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ചിലപ്പോൾ കത്തൽ ചെയ്യും, അവിടെ ഉപകാരമുള്ള സാധനം ആൾക്കാർ ഉപകാരപ്പെടുത്തുക എന്നുള്ള സഹായിക്കുക എന്നുള്ള നല്ല നിയത്തോടു കൂടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ മറ്റും എന്ത് ചെയ്യണം, ഉപയോഗിക്കുന്ന ആളുകളായി മാറണം. വാട്സപ്പിലൂടെ രാവിലെ മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൽ എത്രയാണ് ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചു. നമ്മൾ ആരും ഒരായത്ത് സ്റ്റാറ്റസ് വെക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ല അല്ലേ? കാരണം എന്താന്ന് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഞാനൊരു സ്റ്റാറ്റസ് വെച്ച അയാളൊന്നുമില്ല, എന്നാൽ അതേ സമയത്ത് നല്ല DJ ഒക്കെ വെച്ചുകൊണ്ടുള്ള ആളുകളെ ഇംപ്രസ് കൊള്ളിക്കുന്ന ഞാൻ ഇത്തരക്കാരനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ്. അപ്പോ എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാൾക്കും മോശമുണ്ടാക്കുന്ന കാര്യങ്ങൾ അതൊരിക്കലും എന്ത് ചെയ്യാതിരിക്കാം, അതിന്റെ ആളുകളായി മാറാതിരിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസർ എന്ന് പറയും. എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം? നന്മ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, ഒരിക്കലും തിന്മ കൊണ്ടാവരുത്. മനസ്സിലായി? അതിന്റെ ആളുകളായി മാറും. അതേപോലെ തന്നെയാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ലൗഹുൽ മഹ്ഫൂദിന്റെ വിഷയം. ആയത്തിൽ അവസാനം വരുന്നത് എന്താണ്? എവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്? ലൗഹുൽ മഹ്ഫൂദിൽ ഫീ ഇമാമിൻ മുബീനിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ വാനങ്ങളും ഭൂവാനങ്ങളും ഉണ്ടാക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല പെന്നുണ്ടാക്കിയത് പെണ്ണിനോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ട്? കലമിനോട് എഴുതാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ആ കലമ മുഴുവനായി എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ കലമ് അതിലെന്താണ് എഴുതി വെച്ചിട്ടുള്ളത് അതാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ മുഴുവൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് നടക്കുകയുമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ മനസ്സിലാക്കുക, ഇത് എന്റെ മിസ്റ്റേക്ക് അല്ല മീൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ശ്രദ്ധിച്ച് ബാക്കി എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ ഇത് എനിക്ക് അള്ളാഹു നൽകിയതാണ് എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ നമുക്ക് കഴിയും. അതേപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നന്മ വന്നാൽ അതും അള്ളാഹു നമുക്ക് നൽകിയതാണ് എന്ന് പറഞ്ഞ് അമിതമായി ആഹ്ലാദിക്കാതെ അമിതമായി ദുഃഖിക്കാതെ ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും ഒരു സത്യവിശ്വാസിയുടെ. അതേപോലെ 2 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. അതിലൊന്ന് സവാബിക്കാണ്, 2 ഹവാത്തിമാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ശ്രദ്ധേണ്ടാണ്ട വിഷയമാണ്. സവാബിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് നേരത്തെ വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിഷയമാണ്. രണ്ടാമത്തത് ഹവാത്തിമാണ്. ഹവാത്തിം എന്ന് പറഞ്ഞാൽ നമ്മുടെ പര്യവസാനം എങ്ങനെയെന്നുള്ളതും നേരത്തെ വിധിക്കപ്പെട്ടിട്ടുണ്ട്. പൂർവികരായിട്ടുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരായിരുന്നില്ല. ഇത് ആലോചിച്ച് പേടിക്കാറുണ്ടായിരുന്നു. പേടിക്കാൻ മീൻസ് വെറുതെ ഭയപ്പെട്ട് നിൽക്കല്ല. നമ്മുടെ നാളെ എങ്ങനെയായിരിക്കും, ഞാൻ എങ്ങനെയാണ് മരണപ്പെടുക, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ കഴിയുമോ? ഇപ്പൊ ഞാൻ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, എന്നാൽ നാളെ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ചിന്ത കൊണ്ട് ഖുർആനിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളായി ഞാൻ മാറുമോ എന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇൻ കേസ് നമ്മുടെ ഇത് മോശത്തിലോട്ട് പോകുമെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ എന്നെന്ത് ചെയ്യണം? അള്ളാഹു എന്തെല്ലാമായിരിക്കാം എനിക്ക് വേണ്ടി വിധിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കണം. അതേപോലെ എന്റെ പര്യവസാനം എങ്ങനെയായിരിക്കും എന്നൊക്കെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത് വിധിയുടെ വിഷയമാണ് ഖളാ. വിധിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയും. അതിനർത്ഥം നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഇല്ല എന്നാണ്. ആണോ? അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അറിവിനെയാണ്. പലർക്കും സംശയമുള്ള വിഷയമാണ്. അത് അള്ളാഹുവിന്റെ അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്ത്? ഞാൻ എന്ന വ്യക്തി
ഇന്ന ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുമെന്ന് എന്നെ നന്നായി അറിയുന്ന അള്ളാഹുവിന് അറിയാം. ഞാൻ അതേ ചെയ്യുള്ളൂ. അത് അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ചു എന്നാണ്, അത് അള്ളാഹു വിധിച്ചു എന്നാണ്. അതല്ലാതെ ഞാൻ എന്ന വ്യക്തി ഇത് തന്നെ ചെയ്യണം, ഇങ്ങനെയേ ചെയ്യാവൂ എന്നല്ല അള്ളാഹു എന്ത് ചെയ്തത്, രേഖപ്പെടുത്തി. മറിച്ച് എന്താണ്, ഞാൻ എന്ത് ചെയ്യുമെന്ന് നേരത്തെ ആർക്കറിയാം? അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ട കാര്യമായിക്കൊണ്ടറിയാം. നമുക്കൊരിക്കലും അറിയില്ല. രണ്ട് സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ ഏത് തിരഞ്ഞെടുക്കും, നമ്മളെ കുറിച്ച് നമുക്ക് അറിയില്ല, വേറെ കുറിച്ച് അറിയില്ല. പക്ഷെ അള്ളാഹുവിന് അറിയാം നീ ഏത് തിരഞ്ഞെടുക്കും, ഞാൻ ഏത് തിരഞ്ഞെടുക്കും, നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നത്. അതാണ് അള്ളാഹു എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതേ നടക്കുള്ളൂ എന്നാണ്. ഈ വിഷയത്തിൽ ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. റീലാൻ സഖഫി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അഥവാ അയാള് വിധിയെ നിഷേധിക്കാറുണ്ടായിരുന്നു. മനുഷ്യർക്ക് അള്ളാഹു എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിനുമേൽ അള്ളാഹുവിന് ഒരു വിധിയില്ല എന്നായിരുന്നു അയാളുടെ വാദം. അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ വിധിയെ നിഷേധിച്ച ഇയാൾ എന്ത് ചെയ്തു, മുന്നിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാളോട് എന്ത് ചെയ്തു, അള്ളാഹുവിന്റെ ഇൽമിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമിനെ അംഗീകരിക്കും, അള്ളാഹുവിനെ എല്ലാം അറിയാം, അത് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തോട് സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യാൻ പറയാം. സൂറത്തുൽ ഇൻസാൻ അല്ലാഹു ഇൻസാന ഹീനും മിനൽ ദഹരി ലമിക്കും ചെയ്യും മദ്കുറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഈ ആയത്തിൽ അയാൾ പറഞ്ഞു കണ്ടില്ല, ഇതിൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, മനുഷ്യന് നന്ദിയുള്ളവനായിട്ടും ജീവിക്കുക, നന്ദി കെട്ടവനായിട്ടും ജീവിക്കുക. അതുകൊണ്ട് മനുഷ്യനെ ചോദിച്ചിട്ടുണ്ട്, അതിൽ അള്ളാഹുവിന്റെ ഒരു വിധിയില്ല എന്നെന്ത് അയാൾ പറഞ്ഞു. അപ്പോ ഉമർ ഭരണാധികാരിയായി ഉമർ പറഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു ബാക്കിയൊന്നും പറഞ്ഞു. അങ്ങനെ ഓതി ആ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. ആ ആയത്തിൽ കേട്ടപ്പോ എന്ത് ചെയ്തു, ചോദിച്ചു ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അയാളോട് യാസീൻ ഓതാൻ ആവശ്യപ്പെട്ട സമയത്ത് ഇതെങ്ങനെ അള്ളാഹുവിനെ അറിയാം എന്ന് ചോദിച്ചപ്പോ ഇത് അള്ളാഹുവിനെ അറിയാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, ഇൽമിൽ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, അവസാനം സമ്മതിച്ചു. അപ്പൊ അയാളെ കൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് പ്രാർത്ഥിച്ചത്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സത്യമാണെങ്കിൽ ഓക്കെ, സത്യമല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു ശിക്ഷ ഉണ്ടാവട്ടെ എന്ന രൂപത്തിൽ അയാൾ പ്രാർത്ഥിക്കണം. അങ്ങനെ അതിനുശേഷം ഉമറിന്റെ ഭരണം കഴിഞ്ഞു. പിന്നെ യസീദ് ഭരണത്തിലേക്ക് വന്നു. അതിനുശേഷം യസീദിന്റെ സമയത്ത് റീലാൻ വീണ്ടും എന്ത് ചെയ്തു, ഈ പരിപാടി തുടങ്ങി. പക്ഷെ യസീദ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഗൗരവത്തിലായിരുന്നു. അങ്ങനെ അതിന് തൊട്ട് കഴിഞ്ഞിട്ടുള്ള ഭരണകാലം അഥവാ ഹിഷാമിന്റെ ഭരണകാലത്ത് ഇത് രൂക്ഷമായിട്ട് എന്ത് ചെയ്തു, ഇയാളെ കൊണ്ടിറക്കാൻ തുടങ്ങി. അപ്പൊ ഹിഷാം എന്ത് ചെയ്തു, വീണ്ടും അയാളെ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ അന്നിങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, പിന്നെന്താ ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പാരായണം ചെയ്തപ്പോൾ അവിടെ നിർത്താൻ പറഞ്ഞു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. അപ്പൊ ഗൈലാനോട് ചോദിച്ചു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു വിഷയത്തിലാണോ സഹായം, അതല്ല എല്ലാവർക്കും കഴിയുന്ന വിഷയത്തിലാണ്? അള്ളാഹുവിന് മാത്രം കഴിയുന്ന വിഷയത്തിലാണ് അല്ലെ, അവിടെ അതാണ് സഹായിക്കുന്നത്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന വിഷയങ്ങളുണ്ട്. അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്തു, അയാൾ പറഞ്ഞു ഓക്കെ, എല്ലാവരുടെയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു വിധിയുണ്ട് എന്നും അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളുണ്ട്, അറിയുന്ന കാര്യങ്ങളുണ്ട്, സഹായിക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് അയാൾ എന്ത് ചെയ്തു, വധിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ വിധി എന്ന് പറയുന്നത് അള്ളാഹു മുൻകൂട്ടി അറിയുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്, നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. നമ്മൾ എങ്ങനെ എടുക്കുന്നു അള്ളാഹിന്റെ അറിവാണ് വിധി എന്ന് മനസ്സിലാക്കുക. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയ സ്വാലിഹായ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട ഒരുപാട് ആളുകൾ, നമ്മുടെ സഹോദരങ്ങളുടെ വാപ്പമാർ, ഉമ്മമാർ, അതുപോലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരേ നാളെ നമ്മളെ ഈ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.